Hi guys! Look at my new Crocs. They're so cool. I had them for 2 days. Okay, so welcome back to our channel. Yeah. Yeah, ഇതെല്ലാം മെസ്ഡ് അപ്പ് ആണ്. ഇന്ന് സബ്സ്ക്രൈബ് ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പം ഇതെല്ലാം മെസ്ഡ് അപ്പ് ആയിട്ടൊക്കെ ഇന്ന് ഫുൾ റൂം ക്ലീനിങ്ങും ചിലപ്പോൾ പുറത്തൊക്കെ പോവായിരിക്കും. ഓക്കെ, We're going out. Yeah. I told Mama if we can go out. She said yes. മിസ്റ്റർ രജുകുട്ടനെ കാണിക്കാം. Mr. Rajaput. ഹായ്. രാവിലെ തുടങ്ങിയ പിന്നെ വൈകിട്ട് തുടങ്ങാൻ പറ്റുമോ? നൈനുവിന് കണ്ടോ, നൈനുവിന് പല്ല്. I just brushed my teeth. No, I'm not going to talk about that. Show your teeth. ഈ പല്ലിനെ അടിച്ചളക്കാൻ വേണ്ടി നൈനുവിന് ഇപ്പോൾ ഒരു തള്ളലുണ്ട് ഇങ്ങനെ റാബിറ്റ് പോലെ. സോ അതെങ്ങനെയെങ്കിലും അടിച്ചളക്കാനായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ നൈനു? This Papa should do it. Yeah. But he's always sleeping. ഇന്ന് കുറേ ക്ലീനിങ് ഉണ്ട്. ഓക്കെ, I have to change my dress. ഹെൽപ്പ് മീ. Yes. ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറയുന്നു, ചുമ്മാ കുറച്ച് കഴിയുമ്പോൾ അവിടെ പോയി കിടക്കും. ലെറ്റ്സ് സീ. അപ്പം രജുവിന് രാവിലെ ചായ ഉണ്ടാക്കാം. ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ, പണ്ടേ കുടിക്കാറില്ല. അമ്മ എനിക്ക് തന്നിട്ടില്ല. എന്തുകൊണ്ട് അമ്മ എനിക്ക് തന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ പിന്നെ കുടിച്ചിട്ടേ ഇല്ല. ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലുതായ ശേഷം എല്ലാവരും ചായയുടെ കാര്യം പറഞ്ഞ് കുടിക്കുന്ന കാണുമ്പം എനിക്ക് കുടിക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കുടിച്ചു നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കൊച്ചിലേ കുടിക്കാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നമുക്ക് രജുവിന് ചായ ഇടാം. അപ്പം ഞാൻ ഈ കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനോട് കുറച്ച് പാല് മതി രജുവിന്. ഒരുപാട് പാല് ഒഴിക്കുന്ന ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ഇതിലോട്ട് പാനിലോട്ട് ഒഴിച്ചു. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ചായ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ടേസ്റ്റ് ഉണ്ട്, അത് മതി എനിക്ക്. മോർണിംഗ് സൺഷൈൻ. ഹായ് മോർണിംഗ് രജുകുട്ട. വെള്ളം നിറയ്ക്കാം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ മിണ്ടൂല, ഉച്ചയ്ക്കും മിണ്ടൂല, വൈകിട്ടും മിണ്ടൂല, രാത്രിയും മിണ്ടൂല അല്ലേ രജുകുട്ട? വരണം, എന്തോ ഡയലോഗ് അടിക്കാൻ വരണം. ഇതുവരെ ആയില്ലേ? ചായ വെച്ചിട്ട് എത്ര നേരമായി? ഉണ്ടാക്കുമല്ലോ. പറ്റം ഉണ്ടാക്കില്ലേ ഞാൻ പറഞ്ഞത്? അയ്യോ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു തുണി വിരിച്ച് അതിനകത്ത് ചായപ്പൊടിയും. അങ്ങനെയല്ല, ഒരു ചെറിയൊരു കപ്പ് എടുക്കുക. ആ കപ്പിന്റെ മുകളിൽ ചെറിയൊരു തുണി, വൃത്തിയുള്ള ഒരു തുണി. വൃത്തിയുള്ള തുണി, ചായപ്പൊടി, പഞ്ചസാര, കറുവാപ്പട്ട, ഒരു പീസ് പട്ട, ഗ്രാമ്പു ഇടുമെന്തോ, പിന്നെ ഇഞ്ചി. ഇതൊക്കെ വെച്ചിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിന്റെ അതിനകത്ത് ഇത് വെച്ചിട്ട് ഇത് അടയ്ക്കുക. അപ്പൊ ഇത് വേവും. വെന്ത് കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിനെ പിഴിഞ്ഞെടുക്കണം. അപ്പൊ ചായയുടെ സത്ത് കിട്ടും. അത് എന്നിട്ട് അത് മറ്റേ കാച്ചിയ പാലിലേക്ക് ഒഴിക്കുക. ചായ പെട്ടെന്ന് ചായ, ഈ ജോലിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ ഓടുമോ അതോ ഈ ഇങ്ങനെ വിരിച്ച് തുണിയൊക്കെ വിരിച്ച് ചായ ഉണ്ടാക്കുമോ അല്ലേ രജുകുട്ട? ബെഡ്ഷീറ്റ് അല്ല, ചെറിയൊരു പീസ്. ഇന്നത്തേക്ക് ഇപ്പോഴത്തേക്കുള്ള എനിക്ക് കിട്ടി. ഇനി എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ രജുകുട്ട? പാല് കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ഇടും കേട്ടോ. രജുവിന് നല്ല കടുപ്പമുള്ള ചായയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കും. എന്താ പഞ്ചസാര ഒന്നും ഇടുന്ന ഇഷ്ടമല്ല രജുവിന്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കൽക്കണ്ട ഇടണമെന്ന് അങ്ങനെ അതിടാം. കൽക്കണ്ടമുണ്ട് ഇവിടെ. ഇതിട്ടാൽ മതി. പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കാറില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചായ കുടിക്കുമായിരുന്നു. എനിക്കും എൻ്റെ ചേട്ടനും അമ്മ ചായ തന്നില്ല. അതെന്താ അമ്മയെ തരാത്തെ? അതുകൊണ്ട് ഇപ്പം എനിക്ക് കുടിക്കാൻ കൊതിയൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ ചായ കുടിച്ചില്ലെങ്കിൽ അവർക്ക് തലവേദന വരും. അങ്ങനെയൊക്കെ ഉണ്ട് കുറേ ആൾക്കാർക്ക്. ഇതൊന്നും തരാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തലവേദന ഒന്നും വന്നിട്ടില്ല. കുറച്ച് കൽക്കണ്ട ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാണാമോ നമുക്ക്? ലുക്ക് ഇവിടെ ഉണ്ടല്ലോ. അവധി ദിവസം വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ രാവിലെ ചായ ഉണ്ടാക്കുന്നത്. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ രാവിലെ 7 മണി അല്ലെങ്കിൽ ഒരു 7:10 ആകുമ്പോഴത്തേക്കും നമ്മൾ ജോലിക്കൊക്കെ ആയിട്ടങ്ങ് ഇറങ്ങും. അപ്പോൾ അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ചായയും എല്ലാം കൂടെ ഒന്നും നടക്കൂല. അങ്ങനെ ഞാൻ രജുക്കുട്ടന് ബാൽക്കണിയിൽ ചായ കൊണ്ട് കൊടുത്തു.
നൈനു രാവിലെ തന്നെ നൈനുവിൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചോദിച്ചപ്പോൾ ഫിഷ് ഉണ്ടാക്കുന്നു എന്നാണ് കുട്ടി പറഞ്ഞത്. ഇനി എന്തായി തീരുമെന്നുള്ളത് എനിക്കറിയില്ല. അതിനിടയ്ക്ക് എൻ്റെ പല തവികളും അതും ഇതുമൊക്കെ ആയിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഐ എം ഗോയിങ് ടു കീപ് ഇറ്റ് ഫോർ എവർ. ഇവിടെ ഇന്ന് പുട്ടാണ് കേട്ടോ. പുട്ടും മട്ടൻ റെജു വച്ചതാണ്. അപ്പം നൈനൂന്ന് പിന്നെ പുട്ട് കഴിക്കാത്തതുകൊണ്ട് നൈനൂന്ന് ഇന്ന് നൂഡിൽസാണ്. പിന്നെ ഞാൻ ചിലപ്പോൾ ചോറ് കഴിക്കും കേട്ടോ രാവിലെ തന്നെ. ബിക്കോസ് ഞാൻ മട്ടൻ അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചിലപ്പോൾ ചോറ് കഴിക്കും. ചോറിനോട് സാമ്പാറും. പിന്നെ ഇന്നലെ നമ്മളൊരു ഇന്ത്യൻ സ്റ്റോറിൽ പോയായിരുന്നു. ഇന്ത്യൻ സ്റ്റോറല്ല, ഇവിടെയുള്ള ഒരു ഇന്ത്യൻ സാധനങ്ങൾ കുറച്ചൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തുനിന്ന് ഈ ഒരു പിക്കിൾ കിട്ടിയായിരുന്നു. അപ്പം ടെൻഡർ മാംഗോ പിക്കിൾ അതും പിന്നെ ഒരു റെഡി ടു ഈറ്റ് സാമ്പാറും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ കുഴച്ചിങ്ങനെ കഴിക്കാൻ കൊതിയാവും. എൻ്റെ ഫേവററ്റാണ് കേട്ടോ ഈ ചോറ്. രാജാവ് പിന്നെ രാവിലെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ രജുക്കുട്ടാ? അല്ലേ രജുക്കുട്ടാ? രാജാവ് ഈസ് എ കിങ് ഓഫ് ദിസ് ഹൗസ്. പാവമാണ് കേട്ടോ. ഞാനും പാവം. അതിനൊരു ആത്മാർത്ഥത ഇല്ലാത്ത പോലെയാണ് പറയണത്. നമുക്കിപ്പോൾ പുട്ടുണ്ടാക്കാം. പണ്ടൊക്കെ ഉണ്ടല്ലോ എനിക്ക് പുട്ടൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ വേറെ എന്തൊക്കെയോ രീതിയിൽ മുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് അതിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് തരുമായിരുന്നു. അപ്പം എനിക്ക് കഴിക്കാൻ കുറച്ചൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞാൻ പുട്ടും കടലയൊക്കെ കഴിക്കും കേട്ടോ. ഇവിടെ ഇല്ലേ നമ്മൾ ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കുന്നത്. റിയൽ ചിരട്ടയല്ല, സ്റ്റീൽ ചിരട്ടപ്പുട്ടാണ്. ഓക്കെ. പണ്ടൊക്കെ എനിക്ക് മറ്റേ വലിയ ഒരു എന്താണ് ഇങ്ങനെ നീളമുള്ള പുട്ടുണ്ടാക്കുമായിരുന്നു. പക്ഷെ ആ സാധനം ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നില്ല. ഞാൻ കാനഡയിലോട്ട് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നു. അത് കാരണം ഞാൻ ഇപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത്. ഓക്കെ, സ്റ്റാർട്ട്. നൈനുവിൻ്റെ നൂഡിൽസ് ആയിക്കൊണ്ടിരിക്കുന്നു, രജുവിൻ്റെ പുട്ടായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ റൈസ് ഇന്നലെ തന്നെ വെച്ചതുണ്ട്. റൈസും പിന്നെ റെഡി ടു ഈറ്റ് സാമ്പാറും. പിന്നെ റൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. പിന്നെന്താണ് ടെൻഡർ മാംഗോ പിക്കിൾ. വേറെ ഒന്നും വേണ്ട എനിക്ക്. ചോറ് തന്നെ ഒരു 3 പ്രാവശ്യം തന്നാലും ഞാൻ കഴിക്കും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ക്രേസാണ് ചോറെന്ന് കേട്ടാൽ. നിങ്ങൾക്കൊക്കെ ചോറ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്നുള്ളത് പറയണേ കേട്ടോ. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. വെറുതെ ഒന്ന് അറിയാമല്ലോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ. ഇവിടെ എൻ്റെ ഫേവറേറ്റ് ഇതാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഫേവറേറ്റ്സ് ഉണ്ടാവുമല്ലോ. പക്ഷേ മൈ ഫേവറേറ്റ് ഇസ് ഓൾവേസ് റൈസ്, ഫോർ എവർ റൈസ്. അപ്പോൾ അത് പ്രഷർ കുക്കറിൽ നിന്ന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റി ഇങ്ങനെയാണോ പറയാനുള്ളത് എടുത്ത് നമുക്ക് വയ്ക്കാം. ഇതിനിടയ്ക്ക് നൈനുവിൻ്റെ നൂഡിൽസ് റെഡിയായി. നൈനു കഴിക്കാനും തുടങ്ങി. ഇതാണ് കേട്ടോ രജു വച്ച മട്ടൻ കറി. കണ്ടിട്ട് നല്ല എരിവൊക്കെ ഉണ്ട്. ഞങ്ങൾ നല്ലോണം എരിവൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ രജുവിൻ്റെ പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാമല്ലോ. നമ്മൾ ബ്രഞ്ചാണ് കഴിക്കുന്നത് അല്ലേ? പുട്ടും മട്ടൻ. നൈനുവിനെ കാണിച്ചു ഓൾറെഡി. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ചാറ് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മട്ടനൊന്നും ഞാൻ കഴിക്കത്തില്ല കേട്ടോ. ഐ മീൻ ദ പീസസ്. ഓൺലി ചാറ് മാത്രം മുക്കി കഴിക്കുകയുള്ളൂ. കൊള്ളാം കേട്ടോ. ഞാൻ ഈടെ ഒരു ദിവസം ഡോളറാമേ പോയ സമയത്താണെങ്കിൽ ഈ മൈക്രോ ഫൈബറിൻ്റെ ഡിഷ് ഡ്രൈയിങ് മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ എൻ്റെ ഉണ്ടായിരുന്നു, അത് ചീത്തായി. അത് കാരണം ഞാൻ പുതിയത് 2 വാങ്ങിയായിരുന്നേ. ഇത് നമ്മൾ പാത്രം കഴുകി ഒരു ബേസിനിൽ വയ്ക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ താഴോട്ട് വീഴുന്ന വെള്ളം ഇതിലിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. ഈ ടാഗൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വലിച്ചു പറിച്ചങ്ങ് കളയും. അങ്ങനെ പഴയ മാറ്റ് കളഞ്ഞിട്ട് ഈ പുതിയ ഡിഷ് ഡ്രൈയിങ് മാറ്റ് വെച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നി. അങ്ങനെ ഡിഷ് ഡ്രൈയിങ് മാറ്റൊക്കെ ഞാൻ അവിടെ വെച്ച ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ കൂടി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ പിന്നെ പ്രാന്ത് പിടിക്കും. പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ എനിക്കൊരു തളർച്ചയുണ്ടായി. എന്നാൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നൈനു ഉണ്ടോ? നൈനുവിൻ്റെ റെസ്റ്റ് എടുപ്പെല്ലാം ഇങ്ങനെയാണ്. കൈയും കാലും ഒക്കെ പൊക്കി വെച്ചിട്ട് അവൾ എന്തെങ്കിലും കണ്ടുകൊണ്ട് കിടക്കും കേട്ടോ. ഇതിനിടയ്ക്ക് രാജാവ് വന്നു. രാജാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ സിനിമയൊക്കെ ഇടുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാനൊരു ടോക്ക് ടു മീ പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ചു. നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ രജുവിൻ്റെ ഒരു വാച്ചിന് നീളം കൂടിപ്പോയിട്ടോ. അപ്പോൾ അതിൻ്റെ നീളം കുറയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. പുറത്ത് മഴ ചാറുന്നുണ്ട്. മഴ. വാവ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ചെറുതായിട്ടിങ്ങനെ മഴ വരുന്നേ ഉള്ളൂ. മഴ ഇനി ഇവിടെ ചെറുതായിട്ട് പെയ്താലും വലുതായിട്ട് പെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഇത്.
UAE-ലൊക്കെ ആയിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഈ മഴ മിസ് ചെയ്യുമായിരുന്നു. നാട്ടിൽ വരുമ്പോൾ മഴയത്തൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടാൻ തോന്നും. അങ്ങനെ കുറച്ച് മഴയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി. അങ്ങനെ മഴയൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു വൈകിട്ട് സമയമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ കാറിലിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ ചാറാൻ തുടങ്ങിയായിരുന്നു. എന്തായാലും വണ്ടി വാങ്ങിയതൊരു സൗകര്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാനും റജു മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഈ പെട്ടെന്ന് ഈ കടയിലൊക്കെ ഒന്ന് നടന്ന് പോയിട്ട് വരാനൊന്നും അത്ര പാടൊന്നുമില്ലായിരിക്കും. പക്ഷേ നൈനും കൂടെ ഉണ്ടെങ്കിൽ അവൾക്കതൊക്കെ ഒരു വലിയ സ്റ്റെപ്സ് പോലെ ആയിരിക്കും തോന്നുന്നത്. നമ്മൾ അത്രയും ദൂരമൊക്കെ നടക്കുമ്പോഴത്തേക്കും അവൾക്കത് പാടായിട്ട് തോന്നും. പക്ഷേ എന്തായാലും അത്രയും ബുദ്ധിമുട്ട് തോന്നാറില്ല ഈ കാറ് വാങ്ങിയ ശേഷം. ഇപ്പം നമ്മൾ വന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ പീറ്റർ പോൺ മോളിലാണ് കേട്ടോ. റജുവിൻ്റെ ഒരു വാച്ചിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. അത് കാരണമാണ് നമ്മൾ ഈ മോളിലോട്ട് വന്നത്. നൈനുവിന് എപ്പോഴുള്ളതാണ് അവളുടെ ഈ തുള്ളിച്ചാട്ടം കേട്ടോ. അതെൻ്റെ ഫേവററ്റാണ്. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവളിങ്ങനെ ഇതുപോലെ ചാടി കാണിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മോളിനകത്ത് കയറിയപ്പോൾ തന്നെ കുറച്ച് ഷോപ്സൊക്കെ ഓപ്പൺ ആണ്. പക്ഷേ നമ്മൾ പോകുന്നത് ഈ ബെൻ മോസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. പിന്നെ ഈ കർവ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വല്ലപ്പോഴൊക്കെ ഐബ്രോസ് എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ മോളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു സ്മിറ്റീസ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അവിടെയാണെങ്കിൽ ഈ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ നമ്മുടെ ദോശ കിട്ടും കേട്ടോ. അത് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് പോയി എടുക്കണം. അങ്ങനെ നമ്മൾ ദോശയും വാങ്ങിയിട്ട് നേരെ ഇത് കൊണ്ടുവയ്ക്കാൻ പോകുന്ന കാറിനകത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം റജുവിൻ്റെ വാച്ച് റിപ്പയറായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രയും നേരം നമ്മൾ കാറിനകത്തിരുന്ന് കത്തി വെച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ പല്ലടിച്ചിളക്കാൻ പറഞ്ഞാ നോക്ക്. ഷോ യുവർ ടീത്ത്. ഇതെങ്ങനെ ഇളക്കും പറ. നോ I'll do it when I'm old. കോമ്പല് നല്ല ആപ്പിളും എല്ലാം കഴിച്ചാൽ What's komba? കരിമ്പ് കണ്ടിട്ടുണ്ടോ? കരിമ്പ് It's കേട്ടിട്ടുണ്ടോ? not gone. Say what? കരിമ്പ്. What's karamba? കുഴമ്പ് അല്ല, കരിമ്പ്. Karamba. അതൊക്കെ കടിക്കണം. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കടിച്ചിരിക്കണം. പല്ല് നല്ല സ്ട്രോങ്. ഞാൻ കരിമ്പൊന്നും കടിച്ചിട്ടില്ല. ഞാൻ കടിക്കാൻ പറ്റില്ല. മറ്റേ മുള്ളയിൽ വെച്ച് മറ്റേ കമ്പി വെച്ച് കെട്ടി വെച്ചിരിക്കും. ഞാൻ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട്. അതാണ് ഈ പറയുന്നത്. ഇപ്പോഴും ബാക്കിൽ കെട്ടി വെച്ചിരിക്കണം പല്ല്. കമ്പി ഇളകാൻ നോ ഇല്ല അത് ഒരു അണ്ടർ അവിടെ ഒരു വയേർഡ്. അത് തന്നെ കമ്പി. അത് തന്നെ പല്ലിൽ കമ്പി ഇടണം. ആ സാധനം ആ കമ്പി ഇളകി കഴിഞ്ഞാൽ അത് പൊട്ടി. അതാണ് എനിക്ക് ചിരിക്കുമ്പോൾ ഒരു ചരിവ്. അങ്ങനെ നമ്മൾ വാച്ചൊക്കെ റിപ്പയർ ചെയ്ത് വാങ്ങിയിട്ട് നേരെ പോയത് ഇങ്ങോട്ടാണ്. പിന്നെ റജുവിൻ്റെ ഈ തുള്ളിച്ചാട്ടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങോട്ടാണ് ഈ പോക്കെന്ന്. അങ്ങനെ റജു അകത്തേക്ക് കയറിപ്പോയി. ഞാൻ നൈനു ഈ കാറിനകത്തിരുന്നു. Why Papa always goes here? Let him enjoy, Nainu. Let us enjoy. Because Yeah. we're feeling bored here. I know, right? No. Mama Kitty. Yo, ചെല്ലാണ്. Achalla, you want more? Oh yeah, more tight. Oh. Nainu. Yay! അങ്ങനെ റജുവിൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് കാറിൽ തിരിച്ചു കയറി. എന്നിട്ട് നമ്മൾ നേരെ പോയത് സൂപ്പർ സ്റ്റോറിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. എനിക്കാണെങ്കിൽ സാധാരണ ഈ കടകളിൽ പോകുമ്പോൾ എൻ്റെ മനസ്സ് കിടന്ന് ഒരുപാട് തുള്ളിച്ചാടാറുണ്ട് കേട്ടോ. പിന്നെ അധികം തുള്ളിച്ചാടിയില്ല. സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും എടുത്തു. പിന്നെ നൈനു ആണെങ്കിൽ കിട്ടിയ തക്കത്തിനൊരു ഡോളും എടുത്തു. പിന്നെ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ റജു എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഒരു ഐലൈനറും എടുത്തു. പിന്നെ കുറച്ച് സ്നാക്സും അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ സെൽഫ് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഈ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്നെ മാടി വിളിച്ചു. പക്ഷേ റജു പറഞ്ഞു വെറുതെ വീട്ടിൽ കൊണ്ടുപോയി കരിച്ച് കളയണ്ടെന്ന് പറഞ്ഞു. അത് കാരണം അതും കേട്ടിട്ട് ഞാൻ മിണ്ടാതെ നടന്ന് കാറി കയറി. നൈനു ആണെങ്കിൽ ഒരു ഡോൾ കിട്ടിയല്ലോ. അതിൻ്റെ സന്തോഷത്തിലാണ് അവളിങ്ങനെ നടക്കുന്നത്. So look at my doll. I'm gonna name it Hi. Hi? Yeah. Name it Hi. Yeah. വേറെ It's a beautiful name, right? എത്ര ഡോൾ ഉണ്ട് നൈനു? നീ എന്തിനാണ് ഇതിപ്പോ നോക്കുമ്പോൾ കട്ടിലിടെ കിടക്കുക? ചുമ്മയാണ്. I'm the boss of this. ബോസ് ഓഫ് ഓരോ പോക്കത്തിനാണ് കാണിച്ചത്. ഞാൻ നോക്കിയപ്പോ $30 എടുത്തോണ്ട് വരണം. ഞാൻ ചെന്തിനാ അതിൽ മറ്റേ
രണ്ട് പട്ടി ഇതിനുള്ള എല്ല്, പട്ടി വലിച്ചോണ്ടുള്ള കാട്ട്. ഞാൻ എന്തിനു താങ്ങിക്കട ഇതൊക്കെ. ഞാൻ നീ സിംഗിള് അത് ഉള്ള മറ്റേ ഇത് ബൊമ്മ മാത്രം എടുക്കാൻ പറഞ്ഞു. This is so cute. Don't be like this. I can Bomma pick എല്ലാം whatever I ബൊമ്മ want. Get on that. What, Nainu? Don't be like this. I can pick whatever I want. I'm the boss. I'm the boss. പൈസ കൊടുക്കാൻ Nainu, seat belt do. Why? I don't have to. I'm the boss, remember? പോലീസുകാരും പറഞ്ഞു I'm the boss. Fine, I have to then. Have to. Oh my god. ഒരു ഡോള് വന്നപ്പോ ഇങ്ങനെ ഫ്രഷ് കോയിൽ അങ്ങോട്ട് പോണം. ഫ്രഷ് കോടെ മുള്ളുവേലി കെട്ടിക്കണം. വണ്ടി ഇല്ലാത്ത സമയത്ത് നടന്നു പോകാൻ പറ്റും. വണ്ടി എടുത്ത് ഞാൻ മറ്റേ ഫെൻസ് ഒക്കെ ഇടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോട്ടാ. This guy's so loud. This guy is so loud. loud ഇല്ല. ഞാനാണെങ്കിൽ നടന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഷോർട്ട് കട്ടൊക്കെ എടുക്കുമായിരുന്നു. ആ വഴി എന്താ പോകാത്തതെന്ന് ഞാൻ ചോദിച്ചാൽ കാറിലിരിക്കുന്ന നേരം ഞാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ ഇനി നേരെ പോകുന്നത് ഫ്രഷ് കോയിലേക്കാണ്. ഇനി അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ചാടി വരുന്നത് ഒരു അബദ്ധം പറ്റിയത്. ഒരു വസ്തു അറിഞ്ഞു അത് നടന്നു വന്നോണ്ടിരുന്നപ്പോ ഇങ്ങനെയാണ് വന്നോണ്ടിരുന്നത്. അപ്പോഴും കാറുള്ള കാര്യം മറന്നുപോയി. നമ്മൾ കുറെ നടന്നതല്ലേ, അതുകൊണ്ട്. ഇതാണ് ഫ്രഷ് കോ. Everyone knows. Oh. What are you talking about? ഓക്കെ, ഞാൻ പോയിട്ട് വരട്ടെ. പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ. 2 സാധനം എടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഒരു സാധനം കൂടെ എടുക്കാറുണ്ട്. അപ്പം 3 സാധനവും. കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ എടുത്തത് കാരണം ഞാൻ സെൽഫ് ചെക്കൗട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ബില്ല് ചെയ്തു, പേയും ചെയ്തിട്ട് ഞാൻ എടുത്തയാടി വെളിയിലിറങ്ങി. ഞാൻ വിചാരിച്ചു പുറത്ത് ഫ്രണ്ടിൽ തന്നെ എന്നെ കാത്തു നിൽക്കുമെന്ന്. ഇവിടെ എങ്ങും കാണാനുമില്ല. എന്നാൽ ഞാൻ വിളിച്ചില്ല, വിളിക്കാതെ തന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കിടക്കുന്നു അങ്ങ് ദൂരെ. അങ്ങനെ ഞാൻ സാധനങ്ങൾ കാറിലൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു, അത് കാരണം നേരെ വീട്ടിലേക്ക് വിട്ടു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറിയ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും കാണുന്നില്ല. ഇപ്പോൾ കണ്ടോ നല്ല വെയിൽ. ഇവിടെ ഉണ്ടല്ലോ ഈ കാനഡയുടെ ക്ലൈമറ്റ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണേ. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിൽ, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക, വലിച്ചു വാരി തിന്നുക, ഇത് തന്നെയാണ് എൻ്റെ മനസ്സിലാട്ടോ. ഈ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലിങ്ങനെ വിശന്ന് ഞാൻ ചാവുകയാണ്. വീട്ടിൽ വന്ന ഉടനെ തന്നെ ഫുഡിൻ്റെ പാക്കറ്റ് ഞാൻ വെളിയിൽ വെച്ചു. ഞാൻ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പ്ലെയിൻ ദോശ, പിന്നെ സാമ്പാറുണ്ട്, നല്ലോണം തന്നിട്ടുണ്ട് കേട്ടോ സാമ്പാർ. പിന്നെ വടയൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരിക്കും അത്രയും സാമ്പാർ തന്നിട്ടുള്ളത്. കൂട്ടത്തിൽ ചമ്മന്തി 2 തരം. നൈനൂനൊരു പ്ലെയിൻ ദോശയും പിന്നെ മൈസൂർ മസാല ദോശയും വാങ്ങി. ഞാൻ വാങ്ങിയത് ഗീ റോസ്റ്റാണ് കേട്ടോ. എൻ്റെ ഫേവററ്റ് ആണത്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നൈനൂനും വായിൽ വെച്ച് കൊടുത്തു, അവൾക്ക് നല്ല ഇഷ്ടമായി. വായിൽ വയ്ക്കുന്നതിന് മുമ്പേ സൂപ്പറെന്ന് അവൾ പറഞ്ഞു. രജുക്കുട്ടൻ പിന്നെ ആർത്തി കാണിച്ചില്ലെങ്കിലും നല്ലോണം ആർത്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ബ്രെഡ് വാങ്ങി, പിന്നെ നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ പൂക്കൾ വാങ്ങി, 2 പാക്കറ്റ്സ് ഓഫ് ഷ്രെഡഡ് കോക്കനട്ട്. പിന്നെ ഈ നൈനുള്ള സ്നാക്സൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. മഫിൻസ്, ലിറ്റിൽ ബൈറ്റ്സ്, കപ്പ് കേക്ക്സ് പോലത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ അറിയാലോ, അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നൈനൂന് തലവെക്കുന്നൊരു സാധനം, പിന്നെ ഒരു മോയ്സ്ചറൈസർ. അയ്യോ, ഞാൻ നാനക് പനീർ കാണിക്കാൻ മറന്നു. പിന്നെ സോസേജ്, പിന്നെ ഐലൈനർ, പിന്നെ കോക്ക-കോള എനിക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാഗിനെ ചുരുട്ടുകൂട്ടി എവിടെയെങ്കിലും വെക്കണമല്ലോ. നൈനു പിന്നെ പുതിയ ഡോൾ കിട്ടിയ കാരണം അതിൻ്റെ പുറകെയായി. അപ്പോൾ നമുക്കെന്താ ഈ പൂക്കളൊക്കെ ഒന്ന് സെറ്റാക്കിയാലോ. അതിനിടയ്ക്ക് നൈനുവിന് എന്തെങ്കിലും സ്നാക്സ് കഴിക്കണം. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞാൻ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണെന്ന്. മുഖം കണ്ട് അങ്ങനെ തോന്നുമെങ്കിലും പക്ഷെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ. കാരണം എനിക്കങ്ങനെ പരിചരിക്കാൻ അറിയില്ല. അങ്ങനെ ഫ്ലവേഴ്സ് റെഡിയായി ഇങ്ങനെ സെറ്റാക്കി. കൊള്ളാം അല്ലേ? കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഉണ്ടല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ് ഈ ബാണ്ടക്കെട്ട് കെട്ടി താഴെ വന്നിട്ട് ലോണ്ട്രി ചെയ്യണം എന്നുള്ളത്. ഈ ഒരു നിമിഷത്തിൽ UAE എൻ്റെ സ്വന്തം വാഷിംഗ് മെഷീനെ ഞാൻ സ്മരിക്കുന്നു. അങ്ങനെ ലോണ്ട്രി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മേലിലേക്ക് പോയപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് രജു പുതിയ ഫാനിനെ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം പോയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് വെയിറ്റ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.